ദ ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖികയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വാർത്താക്കുറിപ്പ് നൽകിയതാരെന്ന ചോദ്യത്തിന് മറുപടി പറയാനോ ഉത്തരം തേടാനോ തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ സമീപിച്ച ടി സുബ്രഹ്മണ്യത്തോട് സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടില്ലെന്നും പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ വെളിവാകുന്നത് മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ്. അതിനിടെ CPMന്റെ രാഷ്ട്രീയം വർഗീയ അടിസ്ഥാനത്തിലേക്ക് മാറിയെന്നതാണ് ഈ വിവാദങ്ങളിലൂടെയെല്ലാം വെളിവാകുന്നത്. മതനിരപേക്ഷ പാർട്ടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന CPM കഴിഞ്ഞ കുറേ നാളായി ചർച്ചയാക്കുന്നത് മതാധിഷ്ഠിത ചർച്ചകൾ മാത്രമാണ്. അതിനിടയിലാണ് മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്തു സംബന്ധിച്ച പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളായി ദി ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത്. എന്നാൽ താൻ പറഞ്ഞതല്ല പ്രസിദ്ധീകരിച്ചുവെന്ന അഭിമുഖത്തിലെ പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ദി ഹിന്ദു ലേഖികയ്ക്ക് വാർത്താക്കുറിപ്പ് നൽകിയത് ആരാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നടക്കമുയരുമ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണ്. വ്യാജമായി വാർത്താക്കുറിപ്പ് നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിലും മുഖ്യമന്ത്രി മറ്റു കാര്യങ്ങളിലെ പ്രതികരണം മാത്രം നൽകി ഒഴിഞ്ഞു മാറുകയായിരുന്നു. PV അൻവറിനെതിരെയും കാര്യമായി പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി തീർത്തും പ്രതിരോധത്തിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേസമയം PV അൻവറിനെതിരായി കാര്യമായി ഒന്നും പ്രതികരിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നതും ശ്രദ്ധേയമാണ്. ജനം, കൊച്ചി.